വേനൽ കടുത്തതോടെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പിന്നാലെ ഹൈറേഞ്ചിൽ ഭൂഗർഭ ജലശേഖരവും കുറയുന്നു. കൊടുംചൂടിൽ നിരവധിയായ ഭൂഗർഭ കിണറുകളാണ് വറ്റിയിരിക്കുന്നത്. കിണർ റീചാർജിംഗ് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഏറ്റവും കൂടുതൽ കുഴൽക്കിണറുകൾ നിർമ്മിച്ച ഖ്യാതി നേടിയ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ഇടുക്കിയിലെ ഭൂഗർഭ ജലസാന്നിധ്യത്തിൽ വന്നിരിക്കുന്ന മാറ്റം കാർഷിക മേഖലയുടെ അടക്കം തകർച്ചയ്ക്ക് കാരണമാകുമോ എന്ന ഭീതിയിലാണ് കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 1 മുതൽ 2 ഡിഗ്രി വരെ ചൂട് ഹൈറേഞ്ചിൽ വർദ്ധിച്ചിട്ടുണ്ട്. വേനൽമഴ ലഭ്യതയും ഗണ്യമായി കുറഞ്ഞു. കുളങ്ങളിലെയും തോടുകളിലെയും നീരൊഴുക്ക് നിലച്ചതോടെ ഏലത്തോട്ടങ്ങൾ നനയ്ക്കാൻ ഭൂഗർഭജലം വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയതും ഭൂഗർഭ ജലവിധാനത്തെ ബാധിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ കിണറുകൾ ഉൾപ്പെടെ വറ്റിവരേണ്ടത് ഭൗമ വിദഗ്ധരെ ആശ്ചര്യപ്പെടുത്തുന്നു. കട്ടപ്പന മേഖലയിൽ മാത്രം 10-ലധികം കുഴൽക്കിണറുകൾ വറ്റി. പലതിലും ജലനിരപ്പും ക്രമാതീതമായി കുറഞ്ഞതായി കർഷകർ പറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരാൾ അരേക്കർ സ്ഥലത്തൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന് ചുറ്റും ടൈലുകളിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാലം മാറിയതനുസരിച്ച് റോഡുകളായി, കെട്ടിടങ്ങളായി, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വികസനത്തിൻ്റെ ഭാഗമായി നമ്മൾ തെറ്റു പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ജലം സംരക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ ജലദൗർലഭ്യം ഒഴിവാകുകയുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിലവിലുള്ള കെട്ടിടങ്ങളിൽ എല്ലാം മേൽപ്പുറത്ത് വീഴുന്ന വെള്ളം കുഴൽക്കിണറിലേക്ക് റീചാർജ് ചെയ്യാനുള്ള നടപടി ഉണ്ടാക്കുക. മറ്റ് കിണറുകളിലും അതുപോലെ തന്നെ ചെയ്യുക. വെള്ളം കിട്ടാതെ മരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്, പാമ്പാടുംപാറ തോവാള ഭാഗത്ത് എവിടെയോ 64 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന ഒരാളാണ്. 5 കുളമുണ്ട്. ഈ 5 കുളത്തിലെയും വെള്ളം അങ്ങയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടൊന്ന് പറ്റിപ്പോയെന്നാണ്. പാറ തെളിഞ്ഞു. കുഴൽക്കിണറുകളുണ്ടാകും, എല്ലാം നിർത്തി വെള്ളം ഉപയോഗിക്കുന്നത് വീട്ടാവശ്യത്തിനും വെള്ളമില്ലാത്തൊരവസ്ഥ വന്നതാണ്. നമുക്ക് ഈ പാലക്കാട് ഏരിയയിലാണെങ്കിലും കട്ടപ്പന എവിടെ നോക്കിയാലും വെള്ളത്തിൻ്റെ ദാരിദ്ര്യമായി. അപകടകരമാം വിധമാണ് ഭൂഗർഭ ജലവിധാനം താഴുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മഴക്കുറവിന് പുറമെ കിണർ റീചാർജിംഗ് നടത്താത്തതും സ്ഥിതി വഷളാക്കും. പ്രതിവർഷം 3 മീറ്ററോളമാണ് ജലനിരപ്പ് താഴുന്നത്. വറ്റിവരണ്ട ഒരു കുഴൽക്കിണർ പൂർവ്വസ്ഥിതിയിൽ എത്തണമെങ്കിൽ 2000 വർഷത്തോളം വേണ്ടിവരുമെന്നാണ് കണ്ടെത്തൽ. കടുത്ത ജലക്ഷാമത്തിലേക്ക് കടക്കാതെയിരിക്കണമെങ്കിൽ ജലചൂഷണം നിയന്ത്രിച്ചു നിർത്തി ഭൂഗർഭ കിണർ റീചാർജിംഗ് വ്യാപകമാക്കണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.